എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2026 ജനുവരി 24-ാം തീയതി മകരം 10-നാണ് മുരുക ഭക്തർ കാത്തിരിക്കുന്ന സ്കന്ദഷഷ്ഠി വ്രതം വരുന്നത്. ലോകമെമ്പാടുമുള്ള അമ്മമാർ മുരുക ഭഗവാനോട് എന്ത് പ്രാർത്ഥിച്ചാലും അത് വരമായിട്ട് നൽകുന്ന പുണ്യദിനമാണ് കേട്ടോ. മക്കളുടെ ഉയർച്ചയ്ക്കായിട്ട്, അവരുടെ അനുഗ്രഹത്തിനായിട്ട് ഈ ലോകത്തിലുള്ള ഏതൊരമ്മമാരും മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഭഗവാനോട് എന്ത് ചോദിച്ചാലും എന്ത് പ്രാർത്ഥിച്ചാലും അത് വരമായിട്ട് നൽകുന്ന പുണ്യ ദിവസമാണ് ശനിയാഴ്ച. ദുരിത നിവാരണത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കും ഇഷ്ടസന്താന യോഗത്തിനും സ്കന്ദഷഷ്ഠി വ്രതം അനുഷ്ഠിക്കേണ്ടത് നല്ലതാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് വേണ്ടി നടത്തുന്ന പ്രധാനപ്പെട്ട വ്രതങ്ങളിലൊന്നാണ് ഈ സ്കന്ദഷഷ്ഠി. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് സുബ്രഹ്മണ്യ പ്രീതിക്കായിട്ട് അനുഷ്ഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്രതങ്ങളിൽ ഒന്നാണ് ഷഷ്ഠിവ്രതം. എന്നാൽ മകരമാസത്തിലെ ഷഷ്ഠിക്ക് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണയായി തൈപ്പൂയത്തിന് ശേഷമാണ് ഷഷ്ഠി വരാറുള്ളതെങ്കിലും ഈ വർഷം ഷഷ്ഠിവ്രതത്തിന് ശേഷമാണ് തൈപ്പൂയം വരുന്നത് എന്നൊരു പ്രത്യേകതയും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഷഷ്ഠിവ്രതം നോറ്റ് മനസ്സിനെയും ശരീരത്തിനെയും ശുദ്ധീകരിച്ചുകൊണ്ട് തൈപ്പൂയ മഹോത്സവത്തിലേക്ക് പ്രവേശിക്കാൻ ഭക്തർക്ക് ഈ വർഷം സാധിക്കും. ഷഷ്ഠിയിലെ വ്രതശുദ്ധി തൈപ്പൂയ ദർശനത്തിന്റെ പുണ്യം ഇരട്ടിയാകും. ഈ ദിവസം നമ്മൾ എങ്ങനെ വ്രതം നോക്കണം, ഇതിന്റെ പിന്നിലെ ഐതിഹ്യം എന്താണ്, ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. മകരമാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ഠിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്കുള്ള സൂര്യത്തിന്റെ മാറ്റത്തിന് ശേഷമുള്ള ആദ്യത്തെ പ്രധാന ഷഷ്ഠികൾ ഒന്നാണിത്. മകരത്തിലെ പൂയ നക്ഷത്രവും ഷഷ്ഠിയും മുരുക ഭക്തർക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ്. മിക്കവാറും തൈപ്പൂയത്തിന് തൊട്ടടുത്തുള്ള ദിവസങ്ങളിലാണ് ഇത് വരുന്നത്. മക്കളില്ലാത്ത ദമ്പതിമാർക്ക് സന്താനങ്ങളെ ലഭിക്കാനും കുട്ടികളുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് അമ്മമാർ എടുക്കുന്ന ഏറ്റവും വലിയ വ്രതമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വ്രതം എങ്ങനെ അനുഷ്ഠിക്കാമെന്ന് നോക്കാം. അതായത് ഷഷ്ഠിയുടെ തലേ ദിവസമായ ജനുവരി 23-ാം തീയതി വെള്ളിയാഴ്ച ദിവസം പഞ്ചമി തലേ ദിവസമാണ്. അത് നമ്മൾ ആ ദിവസമാണ് ഒരിക്കലെടുത്ത് വേണം ഈ ഷഷ്ഠിവ്രതം ആചരിക്കേണ്ടത്. തലേ ദിവസം ഒരിക്കലെടുത്ത്, അതായത് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ട് വ്രതം എടുക്കാൻ പാടുള്ളൂ. അന്നേ ദിവസം പച്ചക്കറികൾ മാത്രം കഴിക്കാൻ പാടുള്ളൂ. ഷഷ്ഠിയുടെ തലേ ദിവസം മുരുക ഭഗവാന്റെ നാമങ്ങളും മന്ത്രങ്ങളൊക്കെ ഉരുവിടണം. അന്നേ ദിവസം പകലുറക്കാൻ പാടില്ല കേട്ടോ, കാരണം അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് രാത്രിയിൽ പറ്റുന്ന പഴവർഗ്ഗങ്ങളോ ഫ്രൂട്ട്സോ ജ്യൂസൊക്കെ കഴിക്കാവുന്നതാണ്. കാരണം നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചതാണ്. അപ്പോൾ ഒരിക്കലായതുകൊണ്ട് തന്നെ വൈകിട്ട് ലൈറ്റായിട്ടുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ജ്യൂസോ കരിക്കോ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ, അത്യാവശ്യം വേറെ നിറയുന്ന രീതിയിൽ ഒരിക്കലായതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് ഒരു തലേ ദിവസത്തെ ഒരിക്കൽ വ്രതം അനുഷ്ഠിക്കാം കേട്ടോ. ഭഗവാന്റെ മന്ത്രങ്ങളൊക്കെ ചൊല്ലി, പിന്നെ അന്നേ ദിവസം പച്ചക്കറി മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. നോൺ വെജൊന്നും കഴിക്കാൻ പാടില്ല അന്നേ ദിവസം. പിന്നെ അതുപോലെ തന്നെ പകലുറക്കവും പാടില്ല. അപ്പോൾ തലേ ദിവസം ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഷഷ്ഠി ദിവസം, അതായത് ജനുവരി 24-ാം തീയതി ഷഷ്ഠി ദിവസമാണ്. അന്ന് ബ്രഹ്മമുഹൂർത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച് ഭഗവാന്റെ ഗായത്രി നാമങ്ങളെല്ലാം ചൊല്ലി ഭഗവാന്റെ നെയ്വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് വ്രതം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അന്നേ ദിവസം ഭഗവാന് നെയ്ദീപം സമർപ്പിക്കണം കേട്ടോ, അത് നിർബന്ധമാണ്. ഈ നെയ്ദീപം സമർപ്പിക്കുന്ന സമയത്ത് ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ മുന്നിലോ ഫോട്ടോയ്ക്ക് മുന്നിലോ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള പുഷ്പങ്ങളൊക്കെ സമർപ്പിച്ച് ഭഗവാൻ എന്തെങ്കിലും നൈവേദ്യങ്ങൾ, പാൽപ്പായസമോ കടുംപായസമോ എന്തെങ്കിലും മധുര പലഹാരങ്ങൾ എന്തെങ്കിലും ഭഗവാനെ സമർപ്പിച്ച് ഭഗവാനോട് ഈ ഒരു വ്രതം എടുക്കുന്നതിനുള്ള ഒരു അനുവാദം ചോദിക്കണം. നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അനുഭവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. മക്കളുടെ ആരോഗ്യത്തിനും കുടുംബത്തിലെ ഐശ്വര്യത്തിനും മക്കൾ ഉണ്ടാവാത്തതിനും അതുപോലെ തന്നെ കല്യാണം നടക്കാതിരിക്കുന്നതിനും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങൾ മാറാനും സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാനൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഓരോരുത്തർക്കും. അപ്പോൾ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ട് ഭഗവാനോട് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ആഗ്രഹവും ചോദിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പം മനമുരുകി ഭഗവാനോട് കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചാൽ ഭഗവാൻ ഉറപ്പായിട്ടും വിളി കേൾക്കും. അപ്പോൾ ഈ നെയ്ദീപം വെച്ച് ഭഗവാനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ഉറപ്പായിട്ടും ഫലം കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഭഗവാന്റെ നെയ്ദീപമൊക്കെ സമർപ്പിച്ച് അതിരാവിലെ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് ഭഗവാന്റെ മൂലമന്ത്രമൊക്കെ ജപിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ ഈ വ്രതം എടുക്കണം. അന്നേ ദിവസം നമ്മൾക്ക് ഭക്തിയോടെ തന്നെ ഭഗവാന്റെ നാമങ്ങളും മന്ത്രങ്ങളും മാത്രമായിരിക്കണം നമ്മുടെ മനസ്സിലും എല്ലാം വേണ്ടത്. ഒരിക്കലും ചീത്ത ചിന്തകളോ ചീത്ത അനാവശ്യ വർത്തമാനങ്ങളോ ആരോടും വഴക്കുണ്ടാക്കാനോ മത്സ്യമാംസാദികൾ കഴിക്കാനോ മദ്യപാനം അങ്ങനെ ഒന്നും പാടില്ല. അന്നേ ദിവസം മുരുകൻ്റെ മന്ത്രങ്ങളും നാമങ്ങളൊക്കെ ചൊല്ലി നല്ല രീതിയിൽ വ്രതം നമുക്ക് അനുഷ്ഠിക്കാം. അതുപോലെ തന്നെ അന്നത്തെ ദിവസം എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പകലുറക്കവും പാടില്ല. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അത് രാവിലെ തന്നെ എഴുന്നേൽക്കുക, ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച് ഭഗവാന്റെ നാമങ്ങളെല്ലാം ചൊല്ലി ഭഗവാന്റെ നെയ്ദീപം സമർപ്പിച്ച് ഭഗവാനോട് അനുഗ്രഹങ്ങളും എല്ലാം ചോദിച്ച് അനുവാദം ചോദിച്ച് നിങ്ങൾ ഈ വ്രതം നല്ല രീതിയിൽ എടുക്കുക. പറ്റുമെങ്കിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നത് അത്രയേറെ പുണ്യമാണ്. അന്നേ ദിവസം ഭഗവാന്റെ നാമങ്ങളൊക്കെ ചൊല്ലുന്നതും അവിടെ ഇരുന്ന് മൂലമന്ത്രങ്ങളെല്ലാം ചൊല്ലുന്നതൊക്കെ അന്നേ ദിവസം ശ്രേഷ്ഠമാണ്. അന്നേ ദിവസം പൂർണ്ണ ഉപവാസം എടുക്കാൻ പറ്റുന്നവർ ഉപവാസം എടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ കഴിച്ച് നമുക്ക് വ്രതം എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ രീതിയിലും നല്ല ശുദ്ധിയോടെ മാത്രമാണ് ഈ വ്രതം എടുക്കാൻ പാടുള്ളൂ.
നമ്മൾ ഈ നെയ്വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. ഈ മകരമാസത്തിലെ ഷഷ്ഠി ദിവസം വിളക്കിന് മുൻപിൽ നിങ്ങൾ ഈ ഒരു വസ്തു ഭഗവാന് സമർപ്പിച്ചാൽ സമ്പത്തും ഐശ്വര്യവും വാഹതടസ്സവും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറും കേട്ടോ. അതുമാത്രമല്ല എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരാനായിട്ട് നല്ലതാണ്. ഉത്തരായണ പുണ്യത്തിലെ ആദ്യ ഷഷ്ഠിയാണ്. അപ്പോൾ അന്ന് നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും നമുക്ക് വിജയം നേടുന്നതാണ് കേട്ടോ. അപ്പോൾ അന്നേ ദിവസം പറ്റുമെങ്കിൽ 2 നാരങ്ങ നിങ്ങൾക്ക് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കാം കേട്ടോ. ഒരു നാരങ്ങ നിങ്ങൾ പ്രാർത്ഥിച്ച് ഭഗവാന്റെ മുന്നിൽ 2 നാരങ്ങ വെച്ചിട്ട് അതിലൊരു നാരങ്ങ നിങ്ങൾക്കത് കുറച്ച് നേരം ഭഗവാനെ സമർപ്പിച്ചതിന് ശേഷം ഒരു നാരങ്ങ നിങ്ങൾക്ക് പിഴിഞ്ഞ് കുടിക്കാവുന്നതാണ്. ഇത് കുടിക്കുന്നത് വഴി നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ചീത്ത ചിന്തകളും അനാവശ്യ ചിന്തകളെല്ലാം മാറുന്നതാണ്. അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നല്ല കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ആ ഒരു നാരങ്ങ നിങ്ങൾക്ക് പിഴിഞ്ഞ് കുടിക്കാവുന്നതാണ്. രണ്ടാമത് ഒരു നാരങ്ങ നിങ്ങൾക്ക് എടുത്തിട്ട് അത് മുറിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് കുങ്കുമവും മഞ്ഞളും ഒക്കെ പുരട്ടി ഭഗവാന്റെ മുന്നിൽ കുറേ നേരം സമർപ്പിച്ച് വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ പണപ്പെട്ടി സൂക്ഷിക്കുന്ന ഭാഗത്തും സ്വർണം സൂക്ഷിക്കുന്ന ഭാഗത്തും അലമാരിയുടെ ഭാഗത്തൊക്കെ വെക്കുന്നത് എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരാനായിട്ട് നല്ലതാണ്. നമ്മൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോകുന്ന ദിവസം നിങ്ങൾക്ക് ഭഗവാന് സുബ്രഹ്മണ്യ മൂലമന്ത്രം വായിക്കാം, സുബ്രഹ്മണ്യ അഷ്ടോത്തരം, അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഏത് മന്ത്രം വേണമെങ്കിലും നമുക്ക് അന്നേ ദിവസം അവിടെ ഇരുന്ന് ചൊല്ലാവുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ ഭഗവാന് വഴിപാടുകൾ ചെയ്യുന്നതും അന്നേ ദിവസം നല്ലതാണ്. വിവാഹം നടക്കാത്ത പെൺകുട്ടികൾ, അതായത് ജാതകദോഷം കാരണം വിവാഹ തടസ്സമുള്ള പെൺകുട്ടികൾ ഈ വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അന്നേ ദിവസം ക്ഷേത്രത്തിൽ പോകുമ്പോൾ അഭിഷേകം നടത്തുന്നത് നല്ലതാണ്. ഭഗവാന് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ് അഭിഷേകം. അപ്പോൾ അതുകൊണ്ട് തന്നെ മുരുകസ്വാമിക്ക് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള അഭിഷേകവും അന്നേ ദിവസം ചെയ്യാം കേട്ടോ. എല്ലാ അഭിഷേകം ചെയ്താലും അത്രയേറെ പുണ്യമാണ്. നമുക്ക് പാലഭിഷേകമുണ്ട്, ഭസ്മാഭിഷേകമുണ്ട്, ഇളനീർ അഭിഷേകമുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. ഓരോന്നിനും ഓരോരോ ഫലങ്ങളാണ്. പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അന്നേ ദിവസം അമ്പലത്തിൽ പോവുകയാണെങ്കിൽ അത്രയേറെ പുണ്യമാണ്. പറ്റുന്നവർ അന്നേ ദിവസം അമ്പലത്തിൽ പോവുക, അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാം കേട്ടോ. അമ്പലത്തിൽ പോകുന്ന ദിവസം നമുക്ക് പാലഭിഷേകവും ഭസ്മാഭിഷേകവും ഉറപ്പായിട്ടും ചെയ്യേണ്ടത് നല്ലതാണ് കേട്ടോ. പിന്നെ അതേ ദിവസം പൂർണ്ണമായിട്ടും ഭക്ഷണം നമ്മൾ ഒഴിവാക്കണം. അതേ ദിവസം നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നെയ്വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമുക്ക് ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാവുന്നതാണ്. ഓം ശരവണായ ഭവായ നമ, ഓം സ്കന്ദായ നമ, ഓം ഷൺമുഖായ നമ, ഓം ഗുഹായ നമ, ഓം സുബ്രഹ്മണ്യായ നമ എന്ന് 108 പ്രാവശ്യം ജപിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇന്നേ ദിവസം നിങ്ങൾ അമ്പലത്തിൽ പോയാലും വീട്ടിലാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ പ്രാർത്ഥിക്കാവുന്നതാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് വരുന്നതാണ് കേട്ടോ. ഷഷ്ഠി ദിവസം അതിരാവിലെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ വൈകുന്നേരവും അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തണം. ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കാത്തവർ വീട്ടിൽ വിളക്ക് കൊളുത്തി മുരുകൻ്റെ നാമങ്ങളും സ്തോത്രങ്ങളൊക്കെ ജപിക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മകരഷഷ്ഠി വ്രതം നോക്കുന്നതിലൂടെ ലഭിക്കുന്ന ഗുണങ്ങൾ ഏറെയാണ്. നമ്മുടെ ശരീരത്തിന് ത്വക്ക് രോഗങ്ങളൊക്കെ ഉള്ളവർ ഒത്തിരി പേരുണ്ടല്ലേ, അതൊക്കെ മാറാനായിട്ട് ഈ ഷഷ്ഠി വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. അതുപോലെ ജാതകത്തിൽ ചൊവ്വാദോഷം അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വിവാഹം നടക്കാത്ത ജാതകദോഷമുള്ളവർക്കൊക്കെ ഈ ഒരു ഷഷ്ഠി വ്രതം നോക്കുന്നതിലൂടെ ഒത്തിരിയേറെ ഗുണങ്ങൾ ഉണ്ട്. അപ്പോൾ കല്യാണം നടക്കാത്ത പെൺകുട്ടികൾ ഉറപ്പായിട്ടും ഈ വ്രതം എടുക്കണം. അവർ അമ്മമാരാണെങ്കിലും എടുക്കുന്നത് നല്ലതാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. കുടുംബത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ, അടിക്കടി വഴക്ക്, സമാധാനക്കേട്, മനസ്സമാധാനം ഇല്ലായ്മയൊക്കെ മാറാനായിട്ട് ഈ ഒരു ഷഷ്ഠി വ്രതം എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാ രീതിയിലും അനുഗ്രഹം തരുന്ന ഒരു വ്രതമാണ് ഷഷ്ഠി വ്രതം. നല്ല മനസ്സോടെ, നല്ല ഭക്തിയോടെ, നല്ല ശുദ്ധമായിട്ട് നിങ്ങൾ ഈ ഷഷ്ഠി വ്രതം എടുത്താൽ എല്ലാവിധ അനുഗ്രഹങ്ങളും വന്നു ചേരുന്നതാണ്. ഈ വരുന്ന മകരഷഷ്ഠി ഭക്തിപൂർവ്വം ആചരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഭഗവാൻ മുരുകൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകും. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലും ബന്ധുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ആത്മീയ അറിവുമായി ഞാൻ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ മറക്കണ്ട, ഈ ജനുവരി 24 ഷഷ്ഠി വ്രതമാണ്. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് എടുക്കുക. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.